ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോവാം. രാജേട്ടൻ്റെ അമ്മാവൻ വീട്ടിലാണ് കേട്ടോ കല്യാണം. വിളയൂരാണ് കല്യാണം. അപ്പോൾ എങ്ങോട്ട് പോകുമ്പോഴും ആദ്യം ശിവയുടെയും രാജേട്ടൻ്റെയും റെഡി ആവൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം നമുക്ക് പോകുമ്പോൾ നല്ലൊരു ചെരുപ്പോടെ കണ്ടാൽ നിർത്താം കേട്ടോ രാജേട്ടോ. ആ ശരി. രാജേട്ടൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ദേഷ്യം വന്നിട്ടിരിക്കട്ടോ. എന്നാലും ദേഷ്യപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങള് ഉണ്ണിയും മാറുണ്ടി എത്രയായാലും ഒരുങ്ങളില്ല. രാജേട്ടൻ നമ്മുടെ ഒരുങ്ങളില്ല. ഞങ്ങള് അമ്മേനെ ഒരുക്കി തരണേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണില്ലേ. അപ്പോൾ എങ്ങടെയും പോകുമ്പോൾ നമ്മുടെ സാരി ശരിയല്ലേ, അമ്മയ്ക്ക് പൊട്ട് ശരിയല്ലേ, കമ്മല് എവിടെ എന്താ ഒക്കെ എടുത്തു തരണം. അതൊന്നും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടു തരണം കേട്ടില്ലേ. ആ അപ്പോൾ എന്താ പറയുക, പാറുവിന് ചെരുപ്പില്ല കേട്ടോ. ചെരുപ്പുണ്ട്, കേടുന്നുണ്ടോ. ഞങ്ങൾ പോണ വഴിക്ക് ചെരുപ്പ് എടുക്കാൻ വെച്ചിട്ടാണ്. നീ ഞായറാഴ്ച ആയിട്ടുണ്ടാവില്ലേ രാജേട്ടാ? ആ അപ്പം അവൾക്ക് ചെരുപ്പ് ഈട് നിൽക്കണില്ല കേട്ടോ. സ്കൂള് തുറന്നിട്ട് ഇപ്പം എത്ര 2 പ്രാവശ്യം എടുത്തു അല്ലേ ചെരുപ്പ്. ഒന്ന് വലിയമ്മ വാങ്ങി തന്നു, പിന്നെ എന്താന്നാവും ചെരുപ്പ് നിൽക്കണില്ല. അപ്പോൾ പോകുമ്പോൾ ചെരുപ്പ് എടുക്കാൻ വെച്ചിട്ടാണ്. പിന്നെ രാജേട്ടൻ ഷർട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെരുപ്പ് മേടിക്കാൻ കയറിയത് മുളയങ്കാവിന് അടുത്തുള്ള വലിയൊരു ഫാൻസി കടയാണ് കേട്ടോ. ഫാൻസി ഐറ്റംസ് മാത്രമല്ല, ചെരുപ്പും ഉണ്ട്. നല്ല സെലക്ഷനുമാണ് കേട്ടോ. പിന്നെ ഞായറാഴ്ച ആയിട്ടും നല്ല തിരക്കാണ്. യുവർ ചോയ്സ് എന്നാണ് കേട്ടോ കടയുടെ പേര്. അപ്പോൾ അത്യാവശ്യം നല്ല എല്ലാ ഐറ്റംസും നമുക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറി. എന്നാലും കമ്മലിക്കൊക്കെ അങ്ങനെ കണ്ണ് പോകുന്നുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ പിന്നെ പാറുവിന് ലിപ്സ്റ്റിക്ക് വാങ്ങണം, കുട്ടിക്ക് പെന്നില്ല, പെൻസിലില്ല, റബ്ബറില്ല പറഞ്ഞില്ലേ. അങ്ങനെ ഓരോരോ സാധനങ്ങൾക്കും കണ്ണിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു പറഞ്ഞു ലിപ്സ്റ്റിക്ക് വാങ്ങണം. ഞങ്ങൾ ആദ്യം ഇട്ടോ പൈസ കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങണേ. ഒരു ഫ്രണ്ട് തന്നത് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലിപ്സ്റ്റിക്ക് വേണം പറഞ്ഞിട്ട് ഇറങ്ങിയത്. അല്ല, അതും കൂടി നോക്കുന്നുണ്ട്. പിന്നെ പാറു പറഞ്ഞു എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം ഇടുള്ളൂ, ദിവസമൊന്നും ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാക്ക് തന്നിട്ടാണ് കേട്ടോ ഞാൻ മേടിക്കാൻ സമ്മതിച്ച്. ഇത് മൂക്കിലേക്കും പൊടിയൊന്നും മറ്റേ തുമ്പ പോയി ആണോ? തുറന്നു നോക്കാൻ പറ്റുമോ? നല്ല സെലക്ഷൻ ഉണ്ടാകുന്നു കേട്ടോ ചെരുപ്പിനൊക്കെ. പിന്നെ നമുക്ക് ഇഷ്ടമാവണതല്ലല്ലോ കുട്ടികൾക്ക് ഇഷ്ടമാവുക. അപ്പോൾ കുറേ നേരം നിന്ന് തിരഞ്ഞു കേട്ടോ. അവസാനം ഒന്ന് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവൾ ഇതാ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതാ ലിപ്സ്റ്റിക്കും വാങ്ങിയിട്ടുണ്ട്, പെൻസിലും റബ്ബറൊക്കെ വാങ്ങിയിട്ടുണ്ട്. വല്ലാത്ത ചോപ്പുണ്ടോ? ഒരു കുഴപ്പമില്ല. പാറുവിന് മേടിച്ചില്ലേ ഷർട്ട്? ശിവയ്ക്ക് അമ്മ മേടിച്ചല്ലേ? രാജേട്ടാ സീറ്റ് ബെൽറ്റ് ഇടുവോ? നല്ല കളറ്. അങ്ങനെ നമ്മൾ കൊപ്പത്തുനിന്നാണ് കേട്ടോ രാജേട്ടനുള്ള ഷർട്ട് വാങ്ങിയത്. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. രാജേട്ടൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് ടീഷർട്ടാണ് കേട്ടോ വാങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ കല്യാണത്തിന് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേരടിയൂരുള്ള നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. നമ്മൾ കടയിലൊക്കെ കയറിയിട്ടാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് മുഹൂർത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അടിപൊളി ഓഡിറ്റോറിയം കേട്ടോ, നല്ല സെറ്റപ്പുള്ള വലിയൊരു ഓഡിറ്റോറിയമാണ്. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് അടിപൊളി ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേജിൽ. അങ്ങനെ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞ് സദ്യ കഴിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ കുടുംബക്കാരെയും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയൊക്കെ ഒപ്പം പഠിച്ച കൂട്ടുകാരിയൊക്കെ കണ്ട് ഒന്നും രണ്ടും പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ സദ്യ കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് തിരിച്ചു പോരുമ്പോഴാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ സൂര്യകാന്തി തോട്ടം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കണ്ട് നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നട്ടുച്ച വെയിലല്ലേ, ആ വെയിലത്ത് കുറച്ച് വാട്ടുണ്ട് കേട്ടോ, വാടി നിൽക്കുന്നതായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുട്ടികൾ ചിക്കനോ മീനോ എന്തെങ്കിലും രാത്രിയാകുമ്പോഴേക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കൊപ്പത്തുള്ളൊരു മീൻ കടയിൽ നിർത്തിയിട്ട് നമ്മൾ അയല മീനൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടില്ലേ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അവർക്ക് അച്ഛൻ ലീവ് എടുക്കണതും പുറത്തിങ്ങനെ പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴെങ്കിലും അല്ലേ അച്ഛൻ്റെ കൂടെ ലീവ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റാൻ പറ്റുള്ളൂ. അതിന്നിപ്പോൾ കല്യാണത്തിന് പോകാണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ലീവ് എടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. കടല വിലക്കിയിട്ടുണ്ട്. ഇന്ന് 140 കടല വില, ഇന്ന് വില 20 രൂപ കുടിക്കണ്ട ആ കിലോ കടല. അപ്പം ഞങ്ങൾ മീൻ വാങ്ങാൻ നിർത്തിയപ്പോൾ അവിടെ കടല ഉണ്ടാകുന്നുണ്ടോ. അപ്പോൾ കടലയും വാങ്ങി. അടുത്ത കടയിൽ കടല ഞാൻ വറുത്തും കൊണ്ടിരിക്കുകയായിരുന്നു. മസാല കടല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞ് നല്ല ടേസ്റ്റ് അല്ലേ? അങ്ങനെ നമ്മൾ എഴുവന്തലയിലെത്തി. ഇവിടെ കൊട്ടാരം പോലെ വലിയൊരു വീടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ. ഈ വഴിക്ക് എപ്പോൾ പോകുമ്പോഴും അറിയാതെ അങ്ങനെ നോക്കിയിരുന്നു പോകും. ഈ വീട്ടിലേക്കുള്ള പാലം തന്നെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. ഈ വീട്ടിൽ കഴിയുന്നവർക്കൊക്കെ എന്ത് സുഖാലേ ചേച്ചി എന്ന് ശിവ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. രണ്ടാളുടെയും വർത്താനം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ എഴുവന്തല കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കുട്ടികൾക്കൊക്കെ കുളത്തിൽ ഇറങ്ങണം പറഞ്ഞു. അങ്ങനെ നമ്മളിതാ അവിടെ നിൽക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഈ പാടത്തിൻ്റെ നടുവിൽ ഈ ഒരു കുളം, പിന്നെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഉച്ചയാണെങ്കിലും നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. നീന്തൽ പഠിക്കേണ്ട ആൾക്കാരും അതേപോലെ കാറ്റ് കൊള്ളാനിരിക്കുന്നവരും കുളിക്കുന്നവരും എല്ലാം നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു കുളം കുറേ കാലമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് കേട്ടോ പഞ്ചായത്ത് നവീകരിച്ച് എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമാക്കി. അടിപൊളിയാണ് കേട്ടോ. റോഡും ഉണ്ട്, പാടമുണ്ട്, പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മളുടെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും നന്ദി.